നമസ്കാരം, ഞാൻ റോസ്മേരി ആൻ്റണി, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം എങ്ങനെ ഓർമ്മിക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബൂസ്റ്റ് യുവർ മെമ്മറി ഫോർ എക്സാംസ്. പരീക്ഷകൾ അടുത്ത് വരികയാണ്. പഠിച്ച കാര്യങ്ങൾ ഓർമ്മിക്കാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ നന്നായിട്ട് എക്സാം എഴുതണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ പഠിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉള്ളതിനാൽ എല്ലാം ഫലപ്രദമായിട്ട് നിലനിർത്താൻ എങ്ങനെ കഴിയും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് പ്രത്യേകിച്ച് കഠിനമായിട്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ടുള്ള സിലബസുകളും മത്സര പരീക്ഷകളും കൈകാര്യം ചെയ്യുന്ന നമ്മുടെയൊക്കെ സ്റ്റുഡൻസിന് മനഃശാസ്ത്രപരമായിട്ടുള്ള ചില ടെക്നിക്സുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ്, യൂസ് ആക്റ്റീവ് റീകോൾ. ഡോണ്ട് ജസ്റ്റ് റീഡ്, റിട്രീവ്. വായിച്ചു മാത്രം പഠിക്കാതെ ബ്രെയിനിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ന്യൂറൽ കണക്ഷൻസ് ഉണ്ടാകില്ല. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ റിട്രീവൽ പ്രാക്ടീസ്, പഠിച്ച കാര്യങ്ങൾ വീണ്ടും ഓർക്കാൻ നമുക്ക് ശ്രമിക്കണം. വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു മെത്തേഡാണിത്. അതായത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അത് ചിലപ്പോൾ നമ്മൾ അടച്ചു വയ്ക്കും. അതിനുശേഷം നമ്മൾ ആ കാര്യങ്ങൾ ഓർമ്മിച്ച് ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ഒന്ന് എഴുതാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അത് ഉറക്കെ പറയാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മൾ അടുക്കളയിലിരിക്കുന്ന അമ്മയോട് ചെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് നമുക്ക് കാര്യങ്ങൾ കുറേയും കൂടി അടിവരയിട്ട് നമ്മൾ ഓർമ്മിപ്പിക്കാനും അതേ സമയത്ത് നമ്മുടെ ബ്രെയിനിൽ വളരെ നല്ല രീതിയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് ചിലപ്പോൾ ഫ്ലാഷ് കാർഡ്സ് ഉപയോഗിക്കാം. ഒരു വശത്ത് ചോദ്യം, മറുവശത്ത് ഉത്തരം എന്നുള്ള രീതിയിൽ വയ്ക്കാം. അതോടൊപ്പം തന്നെ ഒരു പക്ഷേ 5 വയസ്സുകാരനോട് ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പോലെ വളരെ ലളിതമായിട്ട് ഇതേ കോൺസെപ്റ്റ് തന്നെ നമുക്കൊരു വ്യക്തിയോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇതെല്ലാം നമുക്ക് ഇത്തരം കാര്യങ്ങൾ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ ഓർമ്മിക്കാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ്, സ്പേസ്ഡ് റിപ്പീറ്റേഷൻ. സ്റ്റഡി സ്മാർട്ട്, നോട്ട് ഹാർഡ്. അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം സമയത്തിനൊപ്പം നമ്മൾ മറക്കാൻ തുടങ്ങും. അതിനാൽ ഒരു നിശ്ചിത ഇടവേളകൾ നമ്മൾ കൊടുത്ത് വേണം നമ്മൾ പഠിക്കാനായിട്ട്. അവർ ബ്രെയിൻ ഫോർഗെറ്റ്സ് ഇൻഫർമേഷൻ ഓവർ ടൈം അൺലെസ് വി റിവ്യൂ ഇറ്റ് അറ്റ് ഇൻ്റർവെൽസ്. ദിസ് ടെക്നിക്സ് ഇസ് കോൾഡ് ആസ് സ്പേസ്ഡ് റിപ്പീറ്റേഷൻ. ചില സമയത്ത് 24 മണിക്കൂറിനുള്ളിൽ പഠിച്ച കാര്യങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 3 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ ഒരു മാസം എന്നിങ്ങനെ റിവ്യൂ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ആ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവ്യൂ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കത് ഓർത്തിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കണം. ക്വിസ്ലെറ്റ് പോലെയുള്ള ചില ഡിഫറെൻറ്റ് ആപ്സ് ഉപയോഗിച്ച് ഓർമ്മശക്തി കൂട്ടാനായിട്ടുള്ള കാര്യങ്ങൾ മെച്ചപ്പെടുത്താനായിട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. പക്ഷേ അതൊരു സ്ഥിരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. പക്ഷേ അത് ഒരു അഡീഷണൽ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ സ്പേസ്ഡ് റിപ്പീറ്റേഷൻ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ ഓർക്കുന്നതും ചിലപ്പോൾ നമ്മൾ ത്രൂ ഔട്ട് ഡേയ്സ് അവിടെ ഇരുന്ന് വായിച്ച് പഠിക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്കറിയാമെങ്കിൽ പോലും ചിലപ്പോൾ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഇൻ്റർവെൽ എടുത്ത് നമ്മൾ ആ ബുക്കുകളൊന്ന് മറിച്ച് നോക്കുന്നതിലൂടെ നമുക്ക് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. തേർഡ്, ചങ്കിങ്. ബ്രേക്ക് ഇറ്റ് ഡൗൺ. അതായത് കുറച്ച് ഗ്രൂപ്പുകളായിട്ട് പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. നമ്മൾ വലിയൊരു കണ്ടൻറ്റൊക്കെ വലിയ എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുള്ള കോംപ്ലക്സ് കോൺസെപ്റ്റൊക്കെ പഠിക്കുമ്പോൾ നമുക്കത് ചിലപ്പോൾ ഓർമ്മിച്ചിരിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. Memorizing long lists or complex concept is easier when you group them into meaningful chunks. For example, ACBDFG എന്ന് ഓർമ്മിക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് എങ്കിൽ ABCDEFG എന്നുപോലെയോ അല്ലെങ്കിൽ 2-2-3 പാറ്റേണിൽ തിരിച്ചു നോക്കുക. അതായത് നമ്മൾ ഉദാഹരണത്തിന് മൊബൈൽ നമ്പർ അങ്ങനെ ഭിന്നിപ്പിച്ചതിലാണ് നമുക്കൊക്കെ എളുപ്പത്തിൽ ഓർമ്മിക്കാൻ സാധിക്കുന്നത്. കാരണം നമ്മളെപ്പോഴും മൊബൈൽ നമ്പർ പറയുന്നത് 2 അക്കം വെച്ചിട്ടാണ്. അല്ലെങ്കിൽ അപ്പോൾ നമ്മളതിങ്ങനെ കറക്റ്റായിട്ട് മാറ്റി പറയുമ്പോൾ, ഭിന്നിപ്പിച്ച് പറയുമ്പോൾ നമുക്ക് ഓർത്തിരിക്കാനായിട്ട് എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് പഠിക്കുമ്പോൾ അത് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ്, മൈൻഡ് മാപ്സ് ആൻഡ് വിഷ്വൽ എയ്ഡ്സ്. ലെറ്റ് യുവർ ബ്രെയിൻ സീ ദ ബിഗ് പിക്ചർ. മനസ്സിന് ചിത്രങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഓർമ്മിക്കും. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും മൂവീസും കഥകളും
അല്ലെങ്കിൽ നമ്മൾ കണ്ട ചില പിക്ചറൈസേഷൻസ് ഒക്കെ നമ്മൾ പെട്ടെന്ന് ഓർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ വിഷ്വൽസ് ഉപയോഗിച്ച് കൂടുതൽ എഫക്റ്റീവ്ലി ഫങ്ഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഫ്ലാഷ് കാർഡ്സ് ഉപയോഗിക്കുക, ഹിസ്റ്ററി, എക്കണോമിക്സ് പോലെയുള്ള വിഷയങ്ങൾക്കായിട്ട് ചിലപ്പോൾ പിക്ചേഴ്സ് നോക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഇമേജസുകൾ എടുത്തിട്ട് അതിലൂടെ കണ്ടുപഠിക്കാനായിട്ട് ശ്രമിക്കുക. ഡയഗ്രാംസ്, ബയോളജി, ജിയോഗ്രഫിയോ ഫിസിക്സ്, കെമിസ്ട്രി എന്നുള്ള വിഷയങ്ങൾക്കായിട്ട് ഡയഗ്രാംസ് നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. കളർ കോഡ്സ് അല്ലെങ്കിൽ കോഡഡ് നോട്ട്സ്, ഡ്രോയിങ്, ഇവയൊക്കെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് കൂടുതൽ ഓർമ്മിക്കാനും മനസ്സിലേക്ക് കയറാനും നാളെ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ടെക്നിക്സിലൂടെ പഠിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നതിലൂടെ നമുക്ക് ഓർത്തെടുത്ത് നല്ല രീതിയിൽ എഴുതാൻ സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് പോമോഡോറോ എന്ന ടെക്നിക്കാണ്. ഈ ടെക്നിക്കിൽ പറയുന്നത് ദീർഘകാലം നമ്മളിങ്ങനെ ലോങ് അവേഴ്സിൽ ഇരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ പെട്ടെന്ന് തളർന്നു പോകും. അപ്പോൾ ബ്രേക്ക് എടുത്ത് പഠിക്കുമ്പോൾ കൂടുതൽ റിട്ടൻഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. അതായത് നമ്മളൊരു 20-25 മിനിറ്റിലേക്ക് വേണ്ടിയിട്ട് പഠിക്കാം. അപ്പോൾ ആ സമയത്ത് 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു 4 സൈക്കിളിൽ ചെയ്യുമ്പോൾ ഒരു 30 മിനിറ്റ്സ് ബ്രേക്ക് പിന്നീട് എടുക്കുക എന്നുള്ളതാണ്. അതായത് 25 മിനിറ്റ്സ് പഠിക്കുക, ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, വീണ്ടും ഒരു 25 മിനിറ്റ്സ് പഠിക്കുക, ഒരു 10 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. അങ്ങനെ ഒരു 4 സൈക്കിൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു 30 മിനിറ്റ്സ് സ്ട്രെച്ചായിട്ട് നിങ്ങൾ ബ്രേക്ക് എടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ ബ്രെയിനിലെ ഒന്ന് ഫ്രഷായിട്ട് വെക്കാനും അതുപോലെ തന്നെ ബേൺ ഔട്ട് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും നമ്മൾ സഹായിക്കും എന്നുള്ളതാണ്. കാരണം നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻ നമ്മുടെ ബ്രെയിനിലേക്ക് സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മുടെ ബേൺ ഔട്ട് ആവാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നെക്സ്റ്റ്, സ്ലീപ്പ് ഈസ് യുവർ സൂപ്പർ പവർ. പരീക്ഷയ്ക്ക് മുമ്പുള്ള രാത്രി മുഴുവനും സമയം ചെലവഴിക്കുന്നത് ഒരു മോശമായിട്ടുള്ളൊരു പ്രക്രിയയാണ്. പലപ്പോഴും ആളുകൾ കുത്തിയിരുന്ന് പരീക്ഷാ ദിവസങ്ങളിൽ പഠിക്കാറുണ്ട്, രാത്രി നന്നായിട്ട് ഉറങ്ങാതെ. ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടുന്നതിനും ഉറക്കം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളത് ഗവേഷണങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഓർമ്മശക്തി കുറയ്ക്കാനും ബ്രെയിൻ ഫങ്ഷൻസ് തകരാറിലാക്കും നൈറ്റിലിരുന്ന് കണ്ടിന്യൂസ്ലി ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ. അതായത് REM സ്ലീപ്പാണ് ഏറ്റവും നല്ല ലേണിംഗ് പ്രോസസ് പീരീഡ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ REM സ്ലീപ്പ് നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. അപ്പോൾ എക്സാമിന് മുമ്പോ അല്ലെങ്കിൽ നന്നായി പഠിക്കുന്നൊരു സമയത്ത് മിനിമം 6 to 8 hours ഉറക്കം എല്ലാവർക്കും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കിടക്കുന്നതിന് മുമ്പ് 30 മിനിറ്റ്സ് എങ്കിലും സ്ക്രീൻ ടൈം ഒഴിവാക്കുക എന്നുള്ളതാണ്. അതിന് പകരം പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിപ്പീറ്റഡായിട്ട് ഓർക്കാനും ആ ആശയങ്ങളൊന്ന് മനസ്സിൽ റിപ്പീറ്റഡായിട്ട് ഓർത്തെടുത്ത് സ്വയം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. റിവൈസ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ബിഫോർ സ്ലീപ്പിംഗ്. ഇത് നമ്മുടെ ബ്രെയിനിനെ സ്ട്രെങ്തൻ ചെയ്യാനും അതോടൊപ്പം തന്നെ ഇതൊരു മെമ്മറീസ് ഓവർനൈറ്റായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ്. നെക്സ്റ്റ്, യൂസ് നിമോണിക്സ്. അതായത് ചിലപ്പോൾ അതൊരു മെമ്മറി ടെക്നിക്സ് ആണ്. അക്രണിംസ് ആയിട്ടോ നിമോണിക്സ് ആയിട്ടോ റൈംസ് ആയിട്ടോ നമ്മുടെ ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്കിഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ഫൺ വേയിൽ അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെടുന്ന രീതിയിൽ അതിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഓർക്കുക എന്നുള്ളതാണ്. ക്രിയേറ്റ് ഫണ്ണി ഓർ പേഴ്സണൽ നിമോണിക്സ് ഫോർ യുവർ സബ്ജക്ട്സ്. ചില നമുക്കിഷ്ടമില്ലാത്ത സബ്ജക്ട്സൊക്കെ നമുക്ക് അങ്ങനെ പഠിക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. നെക്സ്റ്റ്, ടീച്ച് സംവൺ. ദാറ്റ് ദ ബെസ്റ്റ് വേ ടു ലേൺ. മറ്റുള്ളവർക്ക് ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് ബ്രെയിനിൽ കൂടുതൽ സ്ട്രോങ് ആയിട്ട് സ്റ്റോർ ആകും എന്നുള്ളതാണ് പറയുന്നത്. ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് നിങ്ങളത് പഠിച്ചോ എന്ന് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഒരു ഡൗട്ട് ഉണ്ട് എങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് നല്ല രീതിയിൽ പഠിച്ചിട്ട് നന്നായി അറിയാവുന്ന ഒരാളുടെ മുമ്പിൽ ആ കോൺസെപ്റ്റ് അവരെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ അവരോട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇത് നമ്മുടെ ബ്രെയിൻ കൂടുതൽ സ്ട്രോങ് ആക്കാനായിട്ട് ഈ ഇൻഫർമേഷൻ സ്ട്രോങ്ലി സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. ക്ലാസ്മേറ്റ്സിനോട് സംസാരിക്കുക, അല്ലെങ്കിൽ ഡിസ്കഷൻ ഗ്രൂപ്പ്സ് ഉണ്ടാക്കുക, ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക, ഓഡിയോ റെക്കോർഡിങ്സ് എടുക്കുക. ഇതിപ്പോൾ നമുക്ക് ആരുമില്ല എങ്കിൽ നമ്മുടെ ഈ കോൺസെപ്റ്റ് തന്നെ നമ്മളൊരു ഓഡിയോ റെക്കോർഡിംഗ് ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ സെൽഫ് സമ്മറി നോട്ട്സ് തയ്യാറാക്കുക, എന്നിട്ട് അത് പോയി ചെക്ക് ചെയ്യുക ഇത് ശരിയായോ എന്നുള്ളത്. അപ്പോൾ ഒരാളെ പഠിപ്പിക്കുന്നത് എപ്പോഴും നമ്മുടെ ഇൻഫർമേഷൻ സ്ട്രോങ് ആയിട്ട് ബ്രെയിനിൽ വെക്കാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ്, സ്റ്റേ ഫിസിക്കലി ആക്റ്റീവ്.
നമ്മൾ ഈ പഠനമാണ്, എക്സാമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഫ്ലോ കുറയാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ എക്സസൈസ് ഓൾവേസ് ഇംപ്രൂവ്സ് ബ്ലഡ് ഫ്ലോ ടു ദ ബ്രെയിൻ. ഇത് നമ്മുടെ ബ്രെയിനിൽ ഫോക്കസും മെമ്മറിയും ഒക്കെ എൻഹാൻസ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ വലിയൊരു എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും 5 minutes ഓഫ് ജമ്പിങ് ജാക്സ് ഓർ സ്ട്രെച്ചിങ് ബിഫോർ സ്റ്റഡിയിങ്, നമ്മുടെ എന്തെങ്കിലും ഒരു സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ജമ്പിങ് ജാക്സ് ചെയ്യുക, നടക്കാൻ പോവുക, അല്ലെങ്കിൽ ചെറിയ ഒരു ഷോർട്ട് വാക്സ് ബിറ്റ്വീൻ യുവർ സ്റ്റഡി സെഷൻസ്, അല്ലെങ്കിൽ യോഗ, ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ്, ഇതെല്ലാം എക്സാം സ്ട്രെസ് കുറയ്ക്കാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഈറ്റ് ബ്രെയിൻ ബൂസ്റ്റിംഗ് ഫുഡ്സ്. ഈ സമയങ്ങളിൽ ഫാസ്റ്റ് ഫുഡോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങളോ ഒഴിവാക്കുക. അതിന് പകരം നല്ല ഫുഡുകൾ, അതോടൊപ്പം തന്നെ മെമ്മറി കൂട്ടാനുള്ള ഫുഡ്സ് കഴിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. നട്ട്സും സീഡ്സും ഡാർക്ക് ചോക്ലേറ്റ്സും ഫ്രൂട്ട്സും ഗ്രീൻ വെജീസും വാട്ടറും ഒക്കെ നല്ല രീതിയിൽ ഡയറ്റിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ഓർമ്മശക്തി തീർച്ചയായും നമുക്ക് മെച്ചപ്പെടുത്താനാകും. ആക്റ്റീവ് റീകോൾ, സ്പേസ്ഡ് റിപ്പീറ്റേഷൻ, വിഷ്വലൈസേഷൻ, പ്രോപ്പർ സ്ലീപ്പ്, ബാലൻസ്ഡ് ഡയറ്റ് എന്നിവയൊക്കെ ചേർത്ത് കൺസിസ്റ്റൻ്റ് ആയ രീതിയിൽ നന്നായി പഠിച്ച പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നന്ദി, നമസ്കാരം.